ഹായ് ഹലോ എവരിവൺ, TJ ലെക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം ഏപ്രിൽ 17-ന് NCET എക്സാം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഐടെക് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, അതായത് ഇന്റഗ്രേറ്റഡ് ടീച്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം 4 ഇയർ ഡിഗ്രി പ്ലസ് BEd ആണ്. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയും BEdും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു കോഴ്സാണ് ഐടെക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ട എക്സാം ആണ് NCET എന്ന് പറയുന്ന എക്സാം, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഏപ്രിൽ 17-നാണ് എക്സാം വരാൻ പോകുന്നത്. സോ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു നോക്കുക എന്നുള്ളതാണ്. 2025-ല് NCETക്ക് ഫിസിക്സിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E equal to 100 ICAP Newton per Coulomb is shown below. ഫിഗർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സ്ക്വയർ പ്ലേറ്റ് ഓഫ് ഏരിയ 20 cm സ്ക്വയർ ലേയിങ് അലോങ് ദ YZ plane ഈസ് പ്ലേസ്ഡ് ഇൻ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ പ്ലേറ്റ് ഈസ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനില് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തന്നിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 20 cm സ്ക്വയർ ഏരിയ വരുന്ന ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യനിലെ ഫിഗർ ക്ലിയർ ആണല്ലോ? കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഫ്ലക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫൈ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ ആണല്ലോ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? E ഡോട്ട് എ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? E ഡോട്ട് എ. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ വെക്ടർ ആണ്. ഓക്കെ ആണല്ലോ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? EA cos θ. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ cos θ, EA cos θ നമ്മൾ എഴുതി. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 100 ആണ്, 100 ന്യൂട്ടൺ പെർ കൂളോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 100 ഇൻറ്റു ഏരിയ വെക്ടർ എത്രയാ തന്നിട്ടുള്ളത്? 20 cm സ്ക്വയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ SI യൂണിറ്റിലോട്ട് മാറ്റണം. സെന്റിമീറ്റർ സ്ക്വയറിനെ SI യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ എന്താണ്? മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം അല്ലെ? അപ്പോ ഏരിയ നമുക്ക് 20 cm സ്ക്വയർ ആണ് തന്നത്. അതിനെ SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. എന്ത് ചെയ്യാം? 20 ഇൻറ്റു സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻² ആണ് അല്ലെ? മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ ഒരു സ്ക്വയറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 20 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്കിവിടെ ഏരിയ കിട്ടി 20 ഇൻറ്റു 10⁻⁻4. ഇനി എന്താണ്? കോസ് തീറ്റ കിട്ടണം, തീറ്റ കിട്ടണം അല്ലെ? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇയും എയും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, നമുക്കറിയാം. എ എന്ന് പറയുന്നത് ഏരിയ വെക്ടർ ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എങ്ങനെ തന്നിട്ടുള്ളത്? 100 ICAP എന്ന് തന്നിട്ടുണ്ട്. ICAP എന്തിന്റെ ഡയറക്ഷൻ ആണ്? എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലായി. ICAP തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിലോട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എപ്പോഴും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പൊ പ്ലെയിൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? താഴോട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ പ്ലെയിൻ ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്താ മനസ്സിലായത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആംഗിൾ എത്രയായിരിക്കും? രണ്ട് ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് ആംഗിൾ 0. അപ്പൊ ഇവിടെ cos 0 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 20, 2000 ഇൻറ്റു 10⁻⁻4 cos 0 എന്ന് പറഞ്ഞാൽ 1. നമ്മൾ ഈ 3 0 കട്ട് ചെയ്യും അല്ലെ? 2 ഇൻറ്റു ഈ 3 0 കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 10 ബാക്കി എന്താ ഉണ്ടാവുക? 10⁻⁻1 ആണ് ബാക്കി ഉണ്ടാവുക. 10⁻⁻1. ഓക്കെ ആണല്ലോ? അപ്പോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. 2 ഇൻറ്റു 10⁻⁻1. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് അബൌട്ട് ആൻ ഇലക്ട്രിക് ചാർജ്? താഴെ 4 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
ഇലക്ട്രിക് ചാർജ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇലക്ട്രിക് ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് ചാർജ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിലൊരു തെറ്റില്ലേ? ഇലക്ട്രിക് ചാർജ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇലക്ട്രിക് ചാർജിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് ചാർജിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ചാർജിന് ഡയറക്ഷൻ ഇല്ല. കാരണം എന്താണ്? വെക്ടർ അഡീഷൻ ലോ ഒബേ ചെയ്യുന്നില്ല. നമുക്കറിയാം ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ, ഇതൊന്നും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ ആണല്ലോ. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. ഇലക്ട്രിക് ചാർജ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞല്ലേ. അതേപോലെ തന്നെ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അവിടെയും ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് കറന്റും എന്ത് ഒബേ ചെയ്യുന്നില്ല? വെക്ടർ അഡീഷനിലോ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തില്ല? ഡയറക്ഷൻ ഇല്ല. രണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇലക്ട്രിക് ചാർജും ഇലക്ട്രിക് കറന്റും എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഈ ഡയറക്ഷൻ ഇല്ല, കാരണം അവിടെ വെക്ടർ അഡീഷനിലോ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗോസസ് ലോ ഉണ്ടല്ലോ, ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻസ്, അതിന്റെ ഇക്വേഷൻസിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ ഒരു ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം, അത് പഠിക്കണം എന്നുള്ളതാണ്. സോ ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ യൂണിഫോംലി ചാർജ്ഡ് വയർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോങ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ, അതിന്റെ ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2πε0 ലാംഡ ബൈ ആർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഇക്വേഷൻ നമ്മൾ 1/4πε0 മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ 1/4πε0 2 ലാംഡ ബൈ ആർ എന്ന ഇക്വേഷനിലോട്ട് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഓപ്ഷൻസിൽ കൊടുത്തതിൽ ഈ ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ 2 അല്ലെ. ലിസ്റ്റ് 2 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈക്വൽ ടു 1/2πε0 ലാംഡ ബൈ ആർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് പിന്നെ 1/4π കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2 അല്ലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം ആണ്. ഓപ്ഷൻ എ 2 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അത് രണ്ടും നോക്കിയാൽ മതി. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 2 ഓപ്ഷൻ 4ൽ ബി എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 2ല് സി എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു. 4ൽ സി എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് രണ്ടൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ലിസ്റ്റ് 1ൽ സി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫിറിക്കൽ ഷെൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫിറിക്കൽ ഷെൽ. ഇവിടെ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫിറിക്കൽ ഷെൽ ഉണ്ട്. ഇതിന്റെ ഇൻസൈഡ് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. അപ്പൊ സി 0 ആണ് വരിക. 0 എന്ന് ലിസ്റ്റ് 2ല് 4th ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ സി 4th ആണ് വരിക. സി 4th വരുന്നത് ഏത് ഓപ്ഷൻ ആടാ? 4. ഓക്കെ, 4 ഓപ്ഷനിൽ സി 4th ആണ്, ഡി 1 ആണ്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇങ്ങനെ വേണം കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എൻട്രൻസിനൊക്കെ ചെയ്ത് പരിശീലിക്കുന്ന സമയത്ത് തന്നെ ഓരോ മോക്ക് ടെസ്റ്റുകളും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇവിടെ 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ.